മാസ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാസ്യൂൾ ഇതുവരെ പരിചയപ്പെടുത്താത്ത പുതിയ ഒരു ഐറ്റവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ബുദ്ധിശക്തിയെ വെല്ലുവിളിക്കുന്ന 5 ചോദ്യങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതിന് ഇന്ന സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാവണം, അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പഠിക്കുന്ന ഒരാളായിരിക്കണം എന്നൊന്നുമില്ല. 3ാം ക്ലാസ്സിലെ കുട്ടി മുതൽ ഹയർ സെക്കൻഡറി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വരെ ഈ ചോദ്യങ്ങളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യവും നിങ്ങൾക്ക് ചോദ്യം വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ പോസ് ചെയ്യുക, സ്വന്തം ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കണ്ടിട്ട് അതെങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ഈ ചോദ്യത്തിൽ പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 100 മുത്തുകള് 4 പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് 1ാമത്തെ പാത്രത്തിൽ നിന്ന് അവിടെ 2 മുത്തുകൾ എടുക്കുകയാണ്. 2ാമത്തെ പാത്രത്തിലെ മുത്തുകളിൽ നിന്ന് 3 എടുക്കുന്നു. 3ാമത്തെ ഇതിൽ നിന്ന് 5 എടുക്കുന്നു. 4ാമത്തെ ഇതിൽ നിന്ന് 10 എടുക്കുന്നു. ഇങ്ങനെ ഈ 4 നിന്നും 2, 3, അതായത് എടുക്കുന്ന മുത്തുകളുടെ എണ്ണം 2, 3, 5, 10 മുത്തുകൾ ആ പാത്രത്തിൽ ഉള്ളവയിൽ നിന്ന് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പാത്രത്തിലെല്ലാം ഉള്ളത് ഒരേ എണ്ണം മുത്തുകളാണ് എങ്കിൽ ചോദ്യം ഇതാണ്: എങ്കിൽ ഈ 3ാമത്തെ പാത്രത്തില് ആദ്യം ഉണ്ടായിരുന്നത് എത്ര മുത്തുകളാണ് എന്നുള്ളതാണ് ചോദ്യം. വ്യക്തമായിട്ട് അവിടെ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങളിൽ നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒറ്റ നോട്ടത്തില് ഉത്തരം കണ്ടുപിടിക്കാൻ പലർക്കും നമ്മളുടെ ആ വ്യൂ, നമ്മളുടെ ചിന്തയുടെ ആ ലൈൻ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ആൻസർ കിട്ടില്ല. പക്ഷെ നമുക്ക് കൂടുതൽ ശ്രമിച്ചു നോക്കാൻ ഇതുപോലുള്ള ചോദ്യങ്ങൾ സഹായിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ആകെയുള്ള മുത്തുകൾ എത്രയാണ്? 4 പാത്രത്തിലും ആകെ ഉണ്ടായിരുന്ന മുത്തുകൾ എത്രയാണ്? 100 എണ്ണമാണ്. സംഭവിച്ചല്ലോ. ആ 100ൽ നിന്ന് 2 എടുത്തു, 3 ഇതിൽ നിന്ന് എടുത്തു, ഇതിൽ നിന്ന് 5 എടുത്തു, ഇതിൽ നിന്ന് 10 എടുത്തു. നോക്കൂ, അപ്പോ ഈ 4 പാത്രങ്ങളിൽ നിന്നും എടുത്ത് മാറ്റിയ മുത്തുകൾ ആകെ എത്ര വരും? 2 + 3 + 5 + 10. നോക്ക്, 2, 3, 5, 5, 10, 10, 20 മുത്തുകളാണ് എടുത്തു മാറ്റുന്നത്. 20 മുത്തുകൾ എടുത്ത് മാറ്റിയപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാ പാത്രത്തിലും ഒരേ എണ്ണം മുത്തുകൾ ഉണ്ട് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ എടുത്തു മാറ്റിയപ്പോൾ 4 പാത്രത്തിലും ഒരേപോലെ വന്നു. അപ്പൊ 20 മുത്തുകൾ എടുത്തു മാറ്റിയാൽ ബാക്കി ഈ 4 പാത്രങ്ങളിലും കൂടി ആകെ എത്രയാണ് ഉണ്ടാവുക? ഈ 100ൽ നിന്ന് 20 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 80 മുത്തുകളാണ് ഈ പാത്രത്തിൽ ഇപ്പോഴും ബാക്കി ഉണ്ടാവുക, എടുത്ത് മാറ്റിയതിനു ശേഷം ബാക്കി ഉണ്ടാവുക. അപ്പൊ എല്ലാത്തിലും ഒരേ എണ്ണം ആയതുകൊണ്ട് ഓരോന്നിലും എത്രയുണ്ടാവും? ടോട്ടൽ 80. 4 എണ്ണത്തിലേക്കും ഒരേപോലെ വരുമ്പോൾ ഇതിൽ 20, 20, 20, 20. കറക്റ്റ്. അപ്പൊ നമ്മളോട് ചോദ്യം എന്താണ്? സിമ്പിൾ ആൻസർ ആയി കഴിഞ്ഞു. എന്താണ്? 3ാമത്തെ പാത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്ര എന്നാണ്. 3ാമത്തെ പാത്രം ഇതാണ്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്രയായിരിക്കും? ഇപ്പോഴുള്ള 20ഉം നേരത്തെ എടുത്തു മാറ്റിയ 5ഉം. അപ്പോൾ ആകെ എത്രയുണ്ടാവും? 25. ഓരോ പാത്രത്തിൽ ഏത് പാത്രമായാലും 3ാമത്തെ അല്ല 4ാമത്തെ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 20ഉം 10ഉം 30 ആയിരിക്കും. 20ഉം 3ഉം 23 ആയിരിക്കും. അപ്പോ ഈ ചോദ്യത്തിന്റെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക്. 2ാമത്തെ ചിത്രം നോക്കുക. ഈ ചോദ്യത്തില് നിങ്ങൾക്ക് പറയുന്നുണ്ട്, അതായത് കുറെ നാണയങ്ങൾ 10 പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ 10 പാത്രങ്ങളിലായി വെച്ച നാണയങ്ങളിലെ 9 പാത്രങ്ങളിലെ ഓരോ നാണയങ്ങൾക്കും 10 ഗ്രാം വീതമാണ് ഭാരം. എന്നാൽ ഒരു പാത്രത്തിലെ നാണയങ്ങൾക്കെല്ലാം 9 ഗ്രാം വീതമാണ് ഭാരമുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് തരുന്നത് ഒരു ത്രാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് തരുന്നത് എന്താ? ഈ ഇതിൽ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റുകൾ, കട്ടികളും നിങ്ങൾക്ക് ഇതേമാതിരി ബന്ധപ്പെട്ട് തരുന്നുണ്ട്. എത്രയുണ്ട്? വലുതും ചെറുതും എത്രന്നില്ല. നിങ്ങൾക്ക് തൂക്കത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റുകളും നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോ
നിങ്ങൾക്ക് ഒരു തവണ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, തൂക്കി നോക്കാൻ പാടുള്ളൂ. എങ്കിൽ നിങ്ങൾ പറയണം അത് ഇന്ന പാത്രത്തിലെ നാണയങ്ങൾക്കാണ് ഭാരം കുറവുള്ളത് എന്ന് പറയണം. അതാണ് ഇവിടുത്തെ ചലഞ്ച്. ഒരു തവണ മാത്രമേ തൂക്കി നോക്കാൻ പാടുള്ളൂ. അപ്പം വെയിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് നാണയങ്ങളെല്ലാം തൂക്കി നോക്കുന്നതിനേക്കാളും കൂടുതൽ തൂക്കാൻ പറ്റുന്ന തൂക്ക കട്ടികളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിലൊന്നും യാതൊരു പ്രയാസമില്ല. പിന്നെ ത്രാസും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ബാലൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പാത്രങ്ങൾ ഇവിടെയുണ്ട്, നിറയെ നാണയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കൽ മാത്രമേ തൂക്കാൻ പാടുള്ളൂ. ത്രാസ് ഒരിക്കൽ മാത്രമേ തൂക്കാൻ പാടുള്ളൂ. നാണയങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ത്രാസ് എടുത്ത് നോക്കുന്ന തൂക്കക്കട്ടികൾ ഒരു ഭാഗത്ത് ഒറ്റടിക്ക് തൂക്കിയിട്ട് തന്നെ പറയണം അതിൽ ഇന്ന പാത്രത്തിലാണ് ഭാരം കുറവുള്ള നാണയങ്ങളെന്ന്. അപ്പോ ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പറ്റാത്തതാണ് എന്ന രീതിയിൽ ചിന്ത വരാം. ഓക്കെ, ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെ ഒറ്റ തൂക്കത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളിയാണ് ഇവിടെ മാത്സ്യൂ നിങ്ങൾക്ക് വേണ്ടി ഈ ചോദ്യങ്ങളിലൂടെ നടത്തുന്നത്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, ധാരാളം നാണയങ്ങൾ ഈ പാത്രങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ വിചാരിക്കുക ഈ ഇതിലത്തെ 5 പാത്രത്തിലത്തെ ഒരു ഭാഗത്ത് മറ്റേ 5 അപ്പുറം, അപ്പൊ ഭാരം കുറവുള്ളത് ഒരു ഭാഗത്ത് കാണുമല്ലോ. അപ്പോ പക്ഷെ അതിൽ 5 പാത്രത്തിൽ ഒന്നിനല്ലേ ഭാരം കുറവുള്ളത് കാണുക. ഓക്കെ, അത് മാത്രമല്ല നാണയങ്ങളുടെ എണ്ണം എല്ലാത്തിനും തുല്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാത്തിലും നാണയങ്ങളുടെ എണ്ണം തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ നാണയങ്ങളുടെ വെയിറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓരോ നാണയത്തിന്റെ വെയിറ്റ് 9 പാത്രത്തിലെ നാണയങ്ങൾക്ക് 10 ഗ്രാമാണ്, ഒരു പാത്രത്തിലെ നാണയങ്ങൾക്കെല്ലാം 9 ഗ്രാം എന്നാണ് പറഞ്ഞത്. നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നിങ്ങൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 10 പാത്രങ്ങൾ നമ്മൾക്ക് നമ്പർ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പാത്രത്തിൽ ഒരുപാട് നാണയങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു നാണയം എടുക്കുക. രണ്ടാമത്തെ പാത്രത്തിൽ ഒരുപാട് നാണയങ്ങളുണ്ട്, അതിൽ നിന്ന് 2 നാണയം എടുക്കുക. മൂന്നാമത്തേൽ നിന്ന് ഒരുപാടുണ്ട്, അതിൽ നിന്ന് 3 എണ്ണം എടുക്കുക. നാലാമത്തേൽ ഒരുപാടുണ്ട്, 4 എണ്ണം എടുക്കുക. അഞ്ചാമത്തേൽ നിന്ന് 5, 6, 7, 8, 9, 10. ഇനി ഇതെല്ലാം നാണയങ്ങൾ എത്തി. അപ്പൊ 1 മുതൽ 10 വരെ കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര നാണയങ്ങൾ കിട്ടും നോക്കൂ. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നാണയങ്ങൾ കിട്ടും? നമുക്ക് 55 നാണയങ്ങൾ കിട്ടും. 1 മുതൽ 10 വരെ കൂട്ടിയാൽ 10ന്റെ പകുതി 2 തവണ എഴുതിയാൽ മതി, അതായിരിക്കും അതിന്റെ തുക വരിക. 55 കിട്ടും. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഈ 55 നാണയങ്ങൾക്കും ഒരേ വെയിറ്റ് ആയിരുന്നു എങ്കിൽ എത്ര വരും? 55 × 10, അതായത് 550 ഗ്രാം വരും അല്ലെ? എല്ലാത്തിനും 10 ഗ്രാം തന്നെയാണ് ഉള്ളതെങ്കിൽ 550 ഗ്രാം വരുമല്ലോ 55 നാണയങ്ങൾക്ക്. ഇനി നമ്മൾക്ക് കിട്ടിയത് 548 ഗ്രാമാന്ന് വിചാരിച്ചോ. നമ്മൾക്ക് തൂക്കിയപ്പോൾ കിട്ടിയത്, ഒരു തവണ മാത്രമേ തൂക്കാൻ കഴിയുള്ളൂ, ഒറ്റ തവണ നമ്മൾ തൂക്കി നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 548 ഗ്രാം ആണെങ്കിൽ നമ്മൾക്ക് അന്നേരം മനസ്സിലാക്കാം എത്ര ഗ്രാമാണ് കുറവ്? 2 ഗ്രാമാണ്. എല്ലാത്തിനും 10 ആണെങ്കിൽ 550 വരും അല്ലെ? നമുക്ക് 548 ഉള്ളൂ എന്ന് പറഞ്ഞാല് 2 ഗ്രാം കുറവാണ്. അപ്പൊ 2 ഗ്രാം കുറവ് 2 നാണയങ്ങളിലാണ് കുറവ് വരുന്നുണ്ടാവുക. 2 ഓരോന്നും 10ന് പകരം 9 അല്ലേ അതിലുണ്ടാവുക. അപ്പൊ 2 കുറവ് വരുമ്പം അത് രണ്ടാമത്തെ പാത്രത്തിലായിരിക്കും ആ ഭാരം കുറവുള്ള നാണയം ഉണ്ടാവുക. ഇനി അതായത് 548 വരുമ്പം 2 ഗ്രാം കുറവ്. 2 ഗ്രാം കുറവ് 2 നാണയങ്ങളിൽ നിന്നാണ് വരിക. കാരണം 2 നാണയല്ലേ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 2 നാണയങ്ങളിൽ നിന്ന് 2 ഗ്രാം കുറവ്. അപ്പോ രണ്ടാമത്തെ പാത്രത്തിലായിരിക്കും ആ ഭാരം കുറവുള്ള നാണയം. ഇനി നിങ്ങൾക്ക് ഒറ്റയൊരിക്കൽ നിങ്ങൾ തൂക്കി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 540 ഗ്രാം കിട്ടുന്നു വിചാരിക്കുക. 540 ഗ്രാം ആണ് കിട്ടുന്നത് വിചാരിച്ചാല് എത്ര വെയിറ്റ് കുറവുണ്ട്? എല്ലാത്തിനും 10 ആണെങ്കിൽ 550 വേണം. അപ്പൊ അതിൽ 10 ഗ്രാം ആണ് കുറവ് വരിക. അപ്പൊ 10 ഗ്രാം കുറവ് വരുമ്പോൾ 10 നാണയത്തിൽ നിന്നാണ് 10 ഗ്രാം കുറവ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രാമത്തെ പാത്രത്തിലായിരിക്കും ഉണ്ടാവുക? 10ാമത്തെ പാത്രത്തിലായിരിക്കും ആ ഭാരം കുറവുള്ള നാണയങ്ങൾ ഉണ്ടാവുക. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓരോന്നിൽ നിന്നും ഓരോ നാണയങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് എത്ര ഗ്രാം കുറവ് അത്രാമത്തെ പാത്രത്തിൽ വരുന്നത്. ഓക്കെ,
ഈ ഓരോ പാത്രത്തിന് നമ്മൾ നമ്പർ ഇട്ടിട്ട് ഓരോന്നും അതിന്റെ ക്രമത്തിനനുസരിച്ചിട്ട് മാത്രമാണ് നാണയങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് 550 നിന്ന് എത്ര കുറയുന്നുണ്ടോ അത്രാമത്തെ പാത്രത്തിലായിരിക്കും ആ ഭാരം കുറവുള്ള നാണയങ്ങൾ ഉണ്ടാകുക. ഇഷ്ടമായല്ലോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? സമചതുരാകൃതിയിലുള്ള ഒരു പറമ്പ്. ആ പറമ്പിന്റെ മധ്യഭാഗത്ത് ഒരു കിണറാണ് ഈ റൗണ്ടായി കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്? കോണോട് കോൺ ചേരുന്ന രീതിയിൽ മരങ്ങളുണ്ട്. അപ്പൊ ഇതാണ് 4 മരങ്ങൾ ഉള്ളത്. ഈ പറമ്പിനെ 4ആയിട്ട് ഭാഗിക്കണം. ആ 4ആയിട്ട് ഇതിനെ ഭാഗിക്കുമ്പോ 4ഉം ഒരേ ആകൃതിയുള്ളതായിരിക്കണം. ത്രികോണാകൃതിയിലാണ് എങ്കിൽ 4ഉം ത്രികോണാകൃതിയിലായിരിക്കണം. ചതുരാകൃതിയിലാണെങ്കിൽ 4ഉം ചതുരാകൃതിയിലായിരിക്കണം. ഏത് ഷേപ്പാണോ വരുന്നത് ആ ഷേപ്പിലായിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു രൂപമാണ് വരുന്നത് വെച്ചോ, എല്ലാം അതേമാതിരിയുള്ള ആയിരിക്കണം. അത് ഒരു കണ്ടീഷൻ. 4ആയിട്ട് ഭാഗിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തിന് എല്ലാത്തിനും ഒരേ രൂപമായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, എല്ലാ പറമ്പിൽ ഈ ഭാഗം വെക്കുന്ന ഓരോ പറമ്പിലും ഓരോ മരങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ, ഈ കിണർ എന്ന് പറയുന്നത് എല്ലാവരുടെ പറമ്പിന്റെയും ഭാഗമായിട്ട് വരണം. എല്ലാവർക്കും കിണറിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിരിക്കും വേണം. അവരുടെ പറമ്പിൽ നിന്ന് തന്നെ കിണറിലേക്ക് വരാൻ വരണം. അതായത് ഈ കിണറിനെ 4ആയിട്ട് തന്നെ കിണറിനെ ഡിവൈഡ് ചെയ്യണം. എല്ലാവർക്കും അവരുടെ പറമ്പിൽ നിന്ന് തന്നെ കിണറിലേക്ക് വരാനും കഴിയണം. ഇപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചിലര് വിചാരിക്കും ഇതിനെ ഇങ്ങനെ ഭാഗിക്കാൻ വിചാരിക്കും. നോക്ക്, 1 2 3 4 ഇങ്ങനെ ഭാഗിക്കുമ്പോൾ എന്താണ് പ്രശ്നം വരിക? കിണർ നോക്ക്, ഇയാളേൽ കിണർ വരുന്നില്ല. ആകൃതിയൊക്കെ ഏകദേശം ശരിയായിട്ട് വരും, പക്ഷെ കിണർ വരുന്നില്ല. അപ്പൊ അത് ഫൗളായി. ഇനി അങ്ങനെ നിങ്ങൾ ഓരോ തരത്തിലും നിങ്ങൾ നോക്കുക. ഇനി അങ്ങനെ എല്ലാവരെയും മരങ്ങൾ വേണം. അങ്ങനെ പല കണ്ടീഷൻസ് വേണം. അത് നിങ്ങൾ ഒന്നൊരു കാര്യം വീഡിയോ പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ പല രീതികളും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും? കിണർ എല്ലാവരുടെ പറമ്പിൽ നിന്നും വേണം. അതുകൊണ്ട് ഞാൻ നേരത്തെ വരച്ചതുപോലെ വരക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ചു നോക്കും, ഈ ഷേപ്പിലൊക്കെ വരച്ചു നോക്കും അല്ലെ. കിണർ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു, ഇങ്ങനെയൊക്കെ വരച്ചത് നോക്കും. അപ്പോ അങ്ങനെ ആയി കഴിഞ്ഞാൽ മരത്തിന്റെ പ്രശ്നം വരും. ഈ മരം ഇതിലേക്കൂടെ വരുമ്പോൾ 2 ആൾ ഇതിലായിട്ട് വരും. അതൊന്നും ശരിയാവില്ല. അതെല്ലാം തർക്കത്തിനെല്ലാം കാരണം വരും. അപ്പൊ അങ്ങനെയൊന്നും ശരിയാവില്ല. പിന്നെ ഇത് എങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ചിന്തയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് മാത്സ്യൂള് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കുമ്പോ നമ്മൾ ചെയ്യുന്നത്, കിണർ 4 പേർക്കും വേണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നോക്കിക്കോളൂ, കിണറിനെ ഈ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. 4 കഷ്ണാക്കാണ് കിണറിനെ. ഓക്കെ, കിണറിനെ 4 കഷ്ണാക്കി കഴിഞ്ഞു. 4 കഷ്ണാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് നോക്കൂ. ഇവിടെയല്ലേ ഒരു മരം ഉള്ളത്, ഇവിടെ ഒരു മരമുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു മരമുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്. നോക്കിക്കോളൂ. ഇനി ചെയ്യുന്നത് കണ്ടോളൂ. ഇനി ചെയ്യുന്നത്, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു വര വരക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു വര വരക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒരു വര വരക്കുക. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വര വരക്കുക. അപ്പൊ നോക്കിക്കോളൂ, എല്ലാവർക്കും ഈ മോഡല്, ഏത് മോഡൽ ഏതാ നോക്കിക്കോളുക. ഇങ്ങനെ വരുന്ന ഷേപ്പ് എല്ലാവർക്കും കിട്ടി. അതിൽ ഈ ഒരു ഭാഗം കിണറായിരിക്കും. ഒരു കിണർ വരുന്ന രീതിയിൽ എന്ത് കിട്ടിയതാ, ഈ മോഡല് വരുന്ന രീതിയിൽ തന്നെ എല്ലാവർക്കും കിട്ടും അല്ലെ. ഈ എൽ ഷേപ്പ്, എൽ എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു എഴുതിയിട്ടാണ്. അപ്പൊ ഈ മോഡൽ നോക്കുക. ഇത് ഒരേ ആകൃതിയാണ്, ഇത് ഒരേ ആകൃതി, ഇത് ഒരേ ആകൃതി, ഇത് ഒരേ ആകൃതി. എല്ലാവരുടെ പറമ്പിലും എന്തുണ്ട്? മരങ്ങളുണ്ട്. പിന്നെ കിണർ എല്ലാവർക്കും റൈറ്റ്, അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ കിണർ അവകാശപ്പെട്ടതും ആയിട്ട് മാറിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കിട്ടില്ല എന്ന് വിചാരിച്ച ചില ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവും. പല കുട്ടികൾക്കും സ്വന്തമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ വളരെ വളരെ ഹാപ്പി ആയിരിക്കും ആ കുട്ടികൾ. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഒരു ബോക്സിനുള്ളില് 10 വെള്ള സോക്സ് ഉണ്ട്,
10 കറുത്ത സോക്സുകൾ ഉണ്ട്. അപ്പൊ ബോക്സിനുള്ളിലേക്ക് നോക്കാതെ, അതായത് ബോക്സ് ഇവിടെ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ബോക്സിനുള്ളിലേക്ക് നോക്കാതെ എത്ര സോക്സുകൾ എടുത്താൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ആ കിട്ടിയത് ഒരേ കളറുകളുള്ള സോക്സുകളാണെന്ന്? അപ്പൊ ഒരേ കളറുള്ള സോക്സ് കിട്ടുന്നതിന് മിനിമം എത്ര സോക്സുകൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. വളരെ ചെറിയ ആലോചിച്ച് നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. മിക്ക ആളുകൾക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പൊ ഒരേ കളറുള്ള സോക്സുകൾ കിട്ടണം. അപ്പൊ ഒരു സോക്സ് എടുത്താൽ മതിയില്ല, ഒരേ കളറുള്ള സോക്സ് കിട്ടാൻ മിനിമം എത്ര എടുക്കണല്ലേ ചോദിച്ചേ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഒരു വെള്ള സോക്സ് എടുത്തു വിചാരിക്കാം. വെള്ള സോക്സ് എടുത്തു, വൈറ്റ് കളറുള്ള ഒരു സോക്സ് എടുത്തു വിചാരിക്കാം. അപ്പോ അതെടുത്താൽ മാത്രം മതിയില്ലല്ലോ, ഇല്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കറുത്ത സോക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു കറുത്ത സോക്സ് എടുക്കാലോ, എടുക്കാം. അപ്പൊ എത്ര ഇപ്പൊ എടുത്തു? 2 സോക്സ് എടുത്തു. നമ്മളുടെ ഉത്തരമായോ? ഒരേ കളറുള്ളതായോ? ഇല്ല. ഓക്കെ, ഇനി വേറെന്താക്കാം? ഇനി ഒരു വെള്ളയായി, ഒരു കറുത്തതായി. ഓക്കെ, ഇനി വീണ്ടും ഒരു സോക്സ് എടുക്കുകയാണ്. അത് എടുക്കുന്നത് കറുത്ത സോക്സ് ആണ്. വീണ്ടും എടുക്കുന്ന വിചാരിച്ചോ, ഉത്തരം ക്ലോസ് ആയോ? ഉത്തരം ക്ലോസ് ആയി. കാരണം എന്താ? ഒരേ നിറമുള്ള 2 എണ്ണം കിട്ടിയില്ലേ? അപ്പൊ മിനിമം ഇവിടെ എത്ര എടുത്താൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് കറുത്ത തന്നെ അടുത്തത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രണ്ടാമത് എടുക്കുന്നത് തന്നെ കറുത്ത എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒന്നാമത് എടുക്കുന്നത് തന്നെ വെള്ള എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം വരിക. ഓക്കെ, ഇനി ഈ മൂന്നാമത് എടുക്കുന്നത് കറുത്തതിന് പകരം മൂന്നാമത് എടുക്കുന്നത് വെള്ളയാണെന്ന് വിചാരിച്ചോ. വെള്ളയും കറുപ്പല്ലേ ഉള്ളൂ, വെള്ളയാന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഒരേ നിറത്തിലുള്ളതായി കഴിഞ്ഞു. അപ്പൊ എത്ര എണ്ണം വന്നു? 3 എണ്ണം വന്നു. അപ്പൊ 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ത്? ഒരേ കളറുള്ള സോക്സ് കിട്ടി എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരില്ല, എന്താണെന്നറിയോ? സാർ, ആദ്യം ഒരു വെള്ള എടുത്തു, രണ്ടാമത് എടുക്കുന്നതും വെള്ള എടുത്തു, അപ്പൊ ഒരേ കളറുള്ള സോക്സ് ആയല്ലോ, ഒരേ കളറിൽ. അപ്പൊ 2 എണ്ണം എടുക്കുമ്പോ ആയല്ലോ എന്ന്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ? ഈ രണ്ടാമത് എടുക്കുന്നത് തന്നെ വെള്ളയാവണമെന്നില്ലല്ലോ. ഉറപ്പിച്ച് നമുക്ക് പറയണമെങ്കിൽ ഒരു കുട്ടി എടുക്കുന്നത് ഒന്നാമത്തെ വെള്ള എടുത്തു, രണ്ടാമത്തെ വെള്ള എടുത്തു. അപ്പൊ അവന് ആൻസർ കിട്ടി. അവന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഈ ബോക്സിൽ നിന്ന് 2 എണ്ണം മാത്രം എടുത്താല് രണ്ടും ഒരേ കളറാവുന്ന ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒന്ന് വെള്ള എടുത്താൽ രണ്ടാമത്തേൽ വേറൊരു കുട്ടിക്ക് എന്തെടുക്കാം? കറുപ്പെടുക്കാം. ഒന്നാമത്തെ കറുപ്പെടുത്തു എന്ന് വിചാരിച്ചോ, ഒന്നാമത്തത് കറുപ്പാണ് എടുക്കുന്നതെങ്കിലോ, ഒന്നാമത്തെ കറുപ്പ് എടുത്തു കഴിഞ്ഞാല് രണ്ടാമത്തതും കറുപ്പെടുത്താൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അത് രണ്ടും ഒരേ കളറായി. പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആ രണ്ടാമത്തെ കറുപ്പ് എടുക്കുന്നതിന് പകരം അത് എന്താവാ? വെളുപ്പായിക്കൂടെ? വെളുപ്പായി. അപ്പോ തീർന്നോ? ഇല്ല. പിന്നെ മൂന്നാമത്തെ എടുക്കും. എടുക്കുമ്പോൾ മൂന്നാമത്തത് കറുപ്പാണ് എടുത്തിനെങ്കിൽ എന്തായി? ആൻസർ ആയി. കാരണം രണ്ടും ഒരേ കളർ വന്നു. ഓക്കെ, ഇനി മൂന്നാമത്തത് വെളുപ്പാണെങ്കിലും അവിടെ ആൻസർ തീർന്നു. കാരണം എന്താ? മൂന്നാമത്തത് വെളുപ്പാണെങ്കിലും എന്തായി? ഒരേ കളറിൽ വന്നു. അപ്പൊ 3 എണ്ണം എടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരേ കളറുള്ള സോക്സ് കിട്ടിയെന്ന് പറയാൻ പറ്റും. 2 എണ്ണം എടുത്താൽ ഉറപ്പായി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം എന്ന് പറയാൻ പറ്റും. ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ എത്ര സോക്സ് എടുക്കണം? ഇവിടെ 3 സോക്സ് എടുക്കണം. ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ഈ 10 വെള്ളയിൽ നിന്നും 10 കറുത്തതിൽ നിന്നും വ്യത്യസ്ത കളർ ഉള്ളതാണ് എടുക്കുന്നത് എങ്കിൽ, വ്യത്യസ്ത കളറാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ മിനിമം എത്ര എണ്ണം എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരേ വ്യത്യസ്ത കളർ ഉള്ളത് കിട്ടി നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ എത്ര എണ്ണം എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. നോക്ക്, നിങ്ങളൊരു കാര്യം ചെയ്യ്, വീഡിയോ പോസ് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പോ രണ്ടും വ്യത്യസ്ത കളറാണ് വേണ്ടത് അല്ലെ? നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം എടുക്കുന്നത് വെള്ള എടുത്തു എന്ന് വിചാരിച്ചു.
വെള്ള എടുക്കണമെന്നില്ല, കറുപ്പ് എടുക്കാം കേട്ടോ. ഓക്കെ, ആദ്യം എടുക്കുന്നത് വെള്ള എടുത്തു എന്ന് വിചാരിച്ചു. വ്യത്യസ്ത കളറ് കിട്ടണം. ഈ രണ്ടാമത് എടുക്കുന്നത് കറുപ്പനാവണമെന്നുണ്ടോ? ഇല്ല. രണ്ടാമത് എടുക്കുന്നത് എന്ത് വരാ? രണ്ടാമത് എടുക്കുന്നതും വെള്ളയായിട്ട് വരാ. വെള്ളയായിക്കൂടെ? വെള്ളയാവാ. അപ്പോ വ്യത്യസ്ത കളറായോ? ഇല്ല. മൂന്നാമത് എടുക്കുന്നതും എന്താവാ? അപ്പൊ ഒന്നാമത് എടുക്കുന്നത് ഞാൻ വെള്ളക്ക് വൈറ്റ് എന്ന് എഴുതാ ചുരുക്കിയിട്ട്. രണ്ടാമത് എടുക്കുന്നതും എന്താവാ? രണ്ടാമത് എടുക്കുന്നതും വൈറ്റ് വരാ. അപ്പൊ നമുക്ക് ഉത്തരായിട്ടില്ല. നമുക്ക് എങ്ങനെ വേണം? ഡിഫറെന്റ് കളർ വേണം. വെള്ളയും കറുപ്പും കിട്ടണം നമുക്ക്. അപ്പൊ രണ്ടാമത്തതും വൈറ്റ് വരാം. മൂന്നാമത് എടുക്കുന്നതും വൈറ്റ് വരാലോ. മൂന്നാമത്തതും വെള്ള വരാലോ. വരാ. അപ്പൊ അതൊന്നും ശരിയാവണമെന്നില്ല. നാലാമത്തതും വെള്ള വരാ, അഞ്ചാമത്തതും വെള്ള വരാ, ആറാമത്തതും വെള്ള വരാ, ഏഴാമത്തതും വൈറ്റ് വെള്ള വരാ, എട്ടാമത്തതും വൈറ്റ് വരാ, ഒൻപതാമത്തതും വൈറ്റ് വരാ, പത്താമത്തതും വൈറ്റ് വരാ, 11ാമത്തതോ വൈറ്റ് അല്ലല്ലോ, വൈറ്റ് ആണ് അവിടെ ഇല്ലല്ലോ. അപ്പൊ എന്ത് വരാ? ബ്ലാക്ക് വരാ. അപ്പോ 11 വരെ ഉള്ള ചാൻസ് ഉണ്ട്. എന്ത്? നമുക്ക് ഉറപ്പിച്ചു പറയാൻ രണ്ടും വ്യത്യസ്ത കളറാണെന്ന് പറയാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 11 തന്നെ വേണമെന്നില്ലല്ലോ. ഒന്നാമത്തത് വൈറ്റ് എടുത്തു, രണ്ടാമത്തത് ബ്ലാക്ക് എടുത്തു, വ്യത്യസ്ത കളറായി. പക്ഷെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഒന്നാമത്തത് വെള്ള എടുത്ത രണ്ടാമത്തത് തന്നെ കറുപ്പ് എടുക്കണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒന്നാമത്തത് വെള്ള എടുത്തു, രണ്ടാമത്തതും വെള്ള എടുത്തു, മൂന്നാമത്തത് എന്തെടുത്തു? ബ്ലാക്ക് എടുത്തു. ഇതെടുത്താൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? മൂന്നാമത്തത് എടുക്കുമ്പോൾ വ്യത്യസ്ത കളറായി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. 10 വെള്ള ഉണ്ടല്ലോ. അപ്പോ എന്ത് സാധ്യതയുണ്ട്? ആ 10 വരെ എടുക്കാൻ, ഒരേ കളർ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 11ാമത്തെ എടുക്കുമ്പോൾ ഉറപ്പായിട്ട് എന്ത് മാറും? നമ്മളുടെ വേറൊരു കളറിലേക്ക് വരും. അപ്പൊ 11 വരെ സാധ്യതയുണ്ട്. ഏതെടുക്കുമ്പോ? വ്യത്യസ്ത കളറുള്ള സോക്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇതിൽ എത്ര എണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് സ്വന്തം കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഏതെങ്കിലും ചോദ്യത്തിന്റെ വിശദീകരണം മനസ്സിലാവാതിരിക്കുകയോ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയോ ചെയ്താൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. മിടുക്കരായി പഠിക്കാൻ നിങ്ങളുടെ ചിന്താശക്തിയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.